ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിബ്ലാസ് ഡയറി. നമ്മളിന്ന് ഒരു വീഡിയോയിൽ 2 കരിക്കിൻ്റെ റെസിപ്പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന പുഡിംഗ് ആണ്. അപ്പം അതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചൈന ഗ്രാസ്. അപ്പം ചൈന ഗ്രാസ് ഞാനിവിടെ 8 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ അത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു പാനിൽ ഞങ്ങൾക്കിവിടെ 2 ഗ്ലാസിൻ്റെ അളവിലുള്ള കരിക്കിൻ്റെ വെള്ളമായിരുന്നു കിട്ടിയിരുന്നത്. ആ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മെൽറ്റഡ് ചൈന ഗ്രാസിൻ്റെ മിക്സും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ഗ്ലാസ് പുഡിങ്ങിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തിനാ 2 പാത്രങ്ങൾ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ കുറച്ച് കരിക്കിൻ്റെ ആ പുഡിങ് എടുത്ത് വെച്ചിട്ടുള്ളത്. എനിക്കത് കുറച്ച് ക്യൂബ്സ് ആയിട്ട് കിട്ടണമായിരുന്നു, കാരണം നമ്മൾ കരിക്കിൻ്റെ ഒരു ഷേക്കും കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പുഡിംഗ് ട്രേയിൽ നമ്മൾ ഈ കരിക്കിൻ്റെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് കരിക്കിൻ്റെ ഫ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ അതിൻ്റെ കുറച്ച് ഫ്ലഷ് ഉണ്ടായതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമ്മളിത് ഒരു 3 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫ്രീസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ കരിക്കിൻ്റെ ഷേക്ക് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി 1 ഗ്ലാസ് പാലും 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ് കരിക്കിൻ്റെ ഫ്ലഷും കൂടി വേണം. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കരിക്കിൻ്റെ ഈ പുഡിംഗ് ഉണ്ടല്ലോ, ശരിക്കും ഒരു പ്രോപ്പർ ഗ്ലാസ് പുഡിംഗ് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെ കുട്ടികളെ കൊണ്ടും വേണമെങ്കിൽ ഉണ്ടാക്കിക്കാം, കാരണം നിങ്ങളൊന്ന് സൂപ്പർവൈസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ എത്ര ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് അത് വന്നതെന്നുള്ളത്. അപ്പം ഇത്ര തന്നെയുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം എന്തായാലും പുഡിംഗ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ജ്യൂസ് അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പുഡിങ് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഇത് ആദ്യം ക്യൂബ്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മേലേക്ക് ഈ പാലായാലും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു കരിക്കിൻ്റെ ബ്ലെൻഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ക്യൂബ്സ് ഇടുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ അതൊക്കെ കുറച്ച് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ക്യൂബ്സ് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഐറ്റം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും സിബ്ലാസ് ഡയറിയുടെ വക മാസലാമ.